പഴയ മാതിരി തന്നെ തുടരുന്നു. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാത്ത ദിവസങ്ങളില്ല. പിന്നെ അനീഷിനെ സംബന്ധിച്ച്, എനിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. അനീഷിൻ്റെ അനിയത്തിയും എൻ്റെ മക്കളും അതിലെ ചെറുപ്പം മുതൽ വളർന്നതും. ഞങ്ങൾ ബോംബെയിലുണ്ടായിരുന്ന സമയത്ത്, ഞാനും ഭാര്യയും കുഞ്ഞും മൂത്ത മോളും ഉണ്ടായിരുന്ന സമയത്ത് അനീഷും ഐഷയും സുകുമാരനും എല്ലാവരും കൂടെ ഞങ്ങൾ ബോംബെയിലുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കുടുംബജീവിതം, ഒരു കുടുംബം മാതിരിയാണ് ഞങ്ങൾ ഏതാണ്ട് 62 വർഷം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞു പോരുന്നത്. സുകുമാരൻ്റെ 80ാമത്തെ പിറന്നാളിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആരോഗ്യം അനുഗ്രഹിക്കുന്നു. അതറിയില്ലായിരുന്നു. 50ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെ ആയിരുന്നു. 2 പേരും ദീർഘകാലം, അടുത്ത ഒരു 50 വർഷം കൂടെ എങ്കിലും സുഖമായിരിക്കട്ടെ. അന്ന് ഞാൻ വന്ന് പ്രസംഗിക്കാൻ പേടിക്കണ്ട. അല്ല, നിങ്ങൾ വിചാരിക്കും സുകുമാരന് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്കെന്നാ വളരെ പ്രായക്കുറവായിരിക്കുമെന്നേ. സുകുമാരനെക്കാട്ടും 2 വയസ്സ് കൂടുതലേ ഉള്ളൂ, എനിക്ക് കുറവില്ല. 2 വയസ്സ് കൂടുതലുണ്ട് സുകുമാരനെക്കാട്ടും. പിന്നെ ഞങ്ങളുടെ മക്കളും ഇവരും എല്ലാം സഹോദരങ്ങൾ മാതിരിയാണ് ഇപ്പോഴും കഴിയുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയുള്ളതും ഞങ്ങൾക്ക് ആരോഗ്യമായി കഴിയാൻ സർവശക്തൻ കടാക്ഷിക്കട്ടെ, 2 കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പ്രതികൂല സാഹചര്യത്തിലും ഇവിടെ വന്നെത്തി ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. ചേട്ടനെ ഞാൻ ഇന്നലെയും സുകുമാരൻ ചേട്ടൻ്റെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞു. എൻ്റെ ഒരു ചെറുപ്രായത്തിൽ ഞാനിപ്പോഴും അത് മനസ്സിലോർക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട് എറണാകുളമാണ്. ഐഷിച്ചിയും ചേട്ടനും കൂടെ വീട്ടിൽ വന്ന സമയത്ത് ചേട്ടൻ അന്ന് തൊട്ടേ എനിക്ക് ആ ഒരു സ്നേഹവും ബഹുമാനവും ഉള്ളതാണ്. ഞാനിച്ചിരി കുരുക്കുള്ളൊരു ആളായിരുന്നു. ചേട്ടൻ എന്നെയും വിട്ട് ഇങ്ങനെ ജനലിൻ്റെ ഇടയിൽ കൂടെ ഒരു ഈർക്കിലിട്ട് തലയിൽ ഇങ്ങനെ കുത്തി ഇരിക്കുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കണ്ടില്ല. ഞാൻ ചോദിച്ചു എവിടെ പോയതാ? അത് ഞാൻ മൂത്രമൊഴിക്കാൻ പോയി. എടാ കള്ളാ, നീ എന്നെ കൊണ്ടുപോവാ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞങ്ങളൊരു ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഞാൻ ആ വിവരം ഒന്ന് പറഞ്ഞു. എനിക്കിന്നൊരു കാര്യം ഉണ്ട്, അത്യാവശ്യമായിട്ട് എനിക്ക് പോകണം, അതുകൊണ്ട് ഞാനിന്ന് പങ്കെടുക്കത്തില്ല. ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പങ്കെടുക്കത്തില്ല. അപ്പോൾ അതുപോലെ എനിക്ക് സുകുമാരൻ ചേട്ടനായാലും ഭാസ്കരൻ ചേട്ടനാണേലും എൻ്റെ കൊച്ചുനാൾ തൊട്ടുള്ള എൻ്റെ ഒരു സ്വന്തം ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ എന്ത് കാര്യം ഇന്നുണ്ടെങ്കിലും ഇത്രയും വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ടും ഇങ്ങനെയുള്ള കാലാവസ്ഥയാണെങ്കിലും ഞാൻ അതിനിടയ്ക്ക് ഓടിയെത്തിയതാണ്. ഭാസ്കരൻ ചേട്ടനോട് ഇനിയുള്ള കാലങ്ങളും ഇത്രയും ഇതുപോലെ അടുത്ത വർഷം ഇനിയുള്ള വർഷങ്ങളിലൊക്കെ ഇതുപോലെ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു വേദി ഒരുക്കണമെന്നും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും ചേട്ടന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞങ്ങൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് സുകുമാരൻ ചേട്ടൻ. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രസാദ് മാമ, ബഹുമാന്യനായ കുടുംബാംഗങ്ങളെ, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ഞാൻ ഏതാണ്ട് ദീർഘകാല എൻ്റെ ബന്ധമുള്ള ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ
80ാമത് പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേരുവാൻ അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും തുടർന്നുള്ള ജീവിതത്തിൽ ഒരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ച് ദീർഘകാലം നമ്മളോടൊപ്പം ജീവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ മംഗളങ്ങളും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്ത ജനറേഷനിൽപ്പെട്ടവർ ആരെങ്കിലും ഇത് കണ്ണ 2 വാക്ക് പറഞ്ഞേ. കണ്ണൻ, സിജു, സിനു, സിജി, പഞ്ചായത്തിലൊക്കെ പ്രസംഗിക്കുന്ന പോലെ കാശിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഒരു സന്തോഷം കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ തിരക്കിനിടയിൽ പലപ്പോഴും പല വീടുകളിലും പോകാൻ പോലും സമയം കിട്ടാറില്ല. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ അനീഷയുടെ അറേഞ്ച് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നി. കാരണം എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഇന്നലെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നാളിന് ശേഷം ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യം. പിന്നെ നമ്മുടെ അച്ചാച്ചൻ 80 വയസ്സായി. അച്ചാച്ചൻ്റെ കാര്യം പറയുമ്പോൾ പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് ആ അച്ചാച്ചന് വസ്തുവുണ്ട്. ആ വസ്തുവിൽ അച്ചാച്ചൻ അവിടെ ഇവിടെ എടുക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരുമ്പം ഞങ്ങൾക്ക് എന്തേലും ഞങ്ങൾ പ്രതീക്ഷിക്കും. കാരണം ആ സമയത്ത് അച്ചാച്ചൻ്റെ